എൻവയൺമെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സിൽ ചാപ്റ്റർ 5 പ്രിവിലേജസ് ഓഫ് കോപ്പറേറ്റീവ്സ് ആണ്. അതിൽ ഡിസ്കഷൻ ചെയ്യാനായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് പോയിന്റുകൾ മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ്, ചാർജ് ഓഫ് സൊസൈറ്റി, ചാർജ് ഓൺ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അതുപോലെ തന്നെ ചാർജ് ഓൺ ലാൻഡ് ഓൺഡ് ഓർ ഹെൽഡ് ബൈ മെമ്പർ, ഡിഡക്ഷൻ ഫ്രം സാലറി ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് സെറ്റ് ഓഫ് ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓർ റിസർവ് ഫണ്ട് നോട്ട് ലയബിൾ ടു ബി അറ്റാച്ച്ഡ്, അതുപോലെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് രജിസ്ട്രേഷൻ ഫീ എക്സെപ്റ്റ് ചെയ്തിട്ടിരിക്കുന്നു. ഫ്രം കമ്പൽസറി രജിസ്ട്രേഷൻസ് ആണ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് പോയിന്റ് മാത്രം നോക്കിയാൽ മതി. അടുത്തതാണ് ചാപ്റ്റർ 6 ആയിട്ടുള്ള എൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ. അതിൽ എൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റീൻ്റെ എല്ലാ ഫിനാൻഷ്യൽ കണ്ടീഷനും വർക്കിംഗ് ചെയ്യുന്നതും കോൺസ്റ്റിറ്റ്യൂഷനും എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ഹെൽഡ് ചെയ്തിട്ടുള്ളതാണ് എൻക്വയറി. അതുപോലെ തന്നെ എൻക്വയറി ഓർഡർ ചെയ്യാനുള്ള സർക്കംസ്റ്റൻസ് ആണ് ഓൺ അക്കോർഡുകൾ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ വിജിലൻസ് ഓഫീസറിൻ്റെ റിപ്പോർട്ടുകൾ എൻക്വയറി ചെയ്യുക, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ റിപ്പോർട്ടുകൾ നോക്കുക, അതുപോലെ തന്നെ മെജോറിറ്റി ഓഫ് കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ അപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ആപ്പറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബാങ്കിൻ്റെ അപ്ലിക്കേഷൻ, അഫിലിയേറ്റഡ് സൊസൈറ്റിൻ്റെ അപ്ലിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്ന ഓർഡറുകൾ. അതുപോലെ തന്നെ ഇതിൻ്റെ പവേഴ്സ് വന്നിട്ട് എല്ലാ പ്രോപ്പർട്ടീസുകളും ഡോക്യുമെൻറ്റ് സെക്യൂരിറ്റി അക്കൗണ്ട്സുകൾ ബുക്കുകളെല്ലാം ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ എൻക്വയറി ഓഫീസറായിരിക്കും ഇവിടെ ജനറൽ ബോഡി ആയിട്ട് കോൾ ചെയ്യേണ്ടത്, ജനറൽ ബോഡി ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാ ജനറൽ ബോഡി മീറ്റിങ്ങിന് റെസ്പെക്റ്റ് ചെയ്തിട്ട് എന്തൊക്കെ കൺവീൻ ചെയ്യേണ്ടത് എന്നെല്ലാം ഈ ഒരു പ്രസിഡന്റ് ഒരു സെക്രട്ടറി ആയിരിക്കണം ഇത് കൺവീൻ ചെയ്ത് കൊടുക്കേണ്ടത്. പ്രൊസീജിയർ ഓഫ് കണ്ടക്ട് ഓഫ് എൻക്വയറി കണ്ടക്ട് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ആണ്. സൊസൈറ്റിയിലെ പ്രസിഡന്റ് ഓർ സെക്രട്ടറി സെർവ് ചെയ്തിട്ടുള്ള കോപ്പികളെല്ലാം അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മെമ്പേഴ്സ്, ഓഫീസേഴ്സ്, സൊസൈറ്റിയിലുള്ള പൊസിഷനായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സുകളും, അക്കൗണ്ട്സ്, റെലവൻ്റ് ആയിട്ടുള്ള ബുക്കുകളെല്ലാം അവിടെ എൻക്വയറി കണ്ടക്ട് ചെയ്യാനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ സർക്കുലർ കോപ്പറേറ്റീവ് യൂണിയൻ, ഫിനാൻഷ്യൽ ബാങ്കുകളുടെ എൻക്വയറിയോടുകൂടി രജിസ്ട്രാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്താണ് സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എഫിഷ്യൻറ്റ് ഫങ്ഷൻ തന്നെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. അതുപോലെ തന്നെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം ഈ ഒരു രജിസ്ട്രാർ അവിടെ ഒരു സൂപ്പർവൈസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഈ ഒരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സൂപ്പർവൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്പെക്റ്റ് ചെയ്യുക സ്റ്റാഫുകളിനെ, അതിനെയാണ് സൂപ്പർവിഷൻ അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു പ്രോപ്പർ ഫോമിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള എല്ലാ രജിസ്റ്റേഴ്സും എല്ലാ അക്കൗണ്ട്സുകളും എല്ലാം പീരിയോഡിക്കലി ഓതറൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളവിടെ ചെക്ക് ചെയ്യുക. അത് രജിസ്ട്രാർ ആയിരിക്കണം അത് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളത് ഇൻസ്പെക്റ്റ് ചെയ്ത് സൂപ്പർവൈസ് ചെയ്യുന്നതിനെയാണ് സൂപ്പർവിഷൻ അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. സസ്പെൻഷൻ ഓഫ് ഓഫീസറാണ്, അതായത് മിസ്അപ്രോപ്രിയേഷൻ, മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ടുകൾ, ഡിസ്ട്രക്ഷനൊക്കെ സംഭവിക്കുമ്പോഴാണ് ഓഫീസറിനെ സസ്പെൻഷൻ ചെയ്യുന്നത്. സർചാർജ് പറഞ്ഞാലും ഈ സൊസൈറ്റിയിലെ ഒരു ഓർഗനൈസേഷനിൽ ഇൻട്രസ്റ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നെഗ്ലൻസോ മിസ്അപ്രോപ്രിയേഷൻ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ വരുന്ന പ്രോപ്പർട്ടി ലോസുകളൊക്കെ സംഭവിക്കുമ്പോൾ അവിടെ രജിസ്ട്രാർ അവിടെ ഡീൽ ചെയ്യുന്നതാണ് സർചാർജ്. അത് സെക്ഷൻ 68 ഡീൽ ചെയ്യുന്നത്. വിജിലൻസ് ഓഫീസർ പറഞ്ഞാൽ ഓഫീസറിനെ ഗവൺമെൻറ് ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിൻ്റെ ബിലോ റാങ്ക് ആവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ വിജിലൻസ് ഓഫീസർ ആയിരിക്കും ഇൻക്വയറി ഇൻവെസ്റ്റിഗേഷനൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ രജിസ്ട്രാറിൽ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൻ്റെ അണ്ടറിൽ ഈ വിജിലൻസ് ഓഫീസർ ആയിരിക്കും ഉണ്ടാവുക. കാര്യങ്ങളാണ് 5th and 6th ചാപ്റ്ററിലുള്ളൂ. 2 മാർക്ക് ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം പഠിച്ചാൽ മതി. ഒരുപാട് ഇത്തിരി കഷ്ടമുള്ള ഒരു ബുക്കാണ് ലീഗൽ എൻവയൺമെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം കവർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. സെക്ഷൻസും റൂൾസുകളൊക്കെ ഒരുപാട് വാരി വലിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ നിൽക്കില്ല. അപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻസുകളായിട്ട് ഇനിയും അടുത്ത വീഡിയോകളിൽ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.